ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ അന്ത്യദിനത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ഈ പ്രപഞ്ചത്തിൻ്റെ ജീവിതത്തോടുകൂടി എല്ലാം അവസാനിച്ചു പോകുന്ന ഒന്നല്ല ക്രൈസ്തവ ജീവിതം അഥവാ വിശ്വാസ ജീവിതം. ഈ ലോകത്തിനപ്പുറമുള്ള ഒരു നിത്യതയുടെ ജീവിതത്തെക്കുറിച്ച് ക്രിസ്തു എപ്പോഴും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിലെ മനോഹരമായ ഒരു പാഠമാണ് ഇന്നത്തെ സുവിശേഷം. ലൂക്കാ സുവിശേഷം 21-ാം അധ്യായത്തിൽ യേശു പറയുന്നു, എൻ്റെ നാമത്തെ പ്രതി അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവിടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതിയുടെ മുൻപിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും. നിങ്ങൾക്ക് സാക്ഷ്യം നൽകുവാനുള്ള അവസരമായിരിക്കും അത്. ജീവിതത്തിൽ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ മാറ്റുരച്ച് നോക്കുന്നത് ജീവിതത്തിൻ്റെ കഷ്ടതകളിൽ വിശ്വാസത്തിൽ നമുക്ക് എന്തുമാത്രം ബലമുണ്ട് എന്നതനുസരിച്ചാണ്. ക്രിസ്തുവിനെ നിഷേധിക്കുവാനും അവൻ്റെ വചനത്തെ തള്ളിപ്പറയുവാനും പ്രേരണ നൽകുന്ന ഒരുപിടി ദുരനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ മാത്രമേ അവിടെ നിലനിൽക്കുകയുള്ളൂ. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഭീകരതയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അനേകർ വിശ്വാസം ഉപേക്ഷിച്ചതായി നമ്മൾ കണ്ടു. എന്നാൽ അനേകായിരങ്ങൾ ജീവരക്തം നൽകി സാക്ഷ്യം നൽകി. ക്രിസ്തുവിനെ നിഷേധിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണ് എന്ന് അവർ വിചാരിച്ചു. സത്യത്തിൽ അവരിന്നും അനുസ്മരിക്കപ്പെടുന്നുണ്ട്. അവർ നിത്യതയിൽ ദൈവസന്നിധിയിലുണ്ട്. നാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം ഉണ്ടാകും. ഇന്നത്തെ സുവിശേഷം പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. നിങ്ങളെ തിരഞ്ഞെടുത്തവൻ, നിങ്ങളെ ശക്തിപ്പെടുത്തിയവൻ, വിശ്വാസത്തിൻ്റെ ദീപം നിങ്ങളുടെ ഹൃദയത്തിൽ ജ്വലിപ്പിച്ചവൻ സത്യമായും കൂടെ ഉണ്ടാകും. നിങ്ങൾ ആശ്രയിക്കുന്നവർ തന്നെ ആയിരിക്കും നിങ്ങൾക്കെതിരായി നിലകൊള്ളുക. സുവിശേഷത്തിൽ പറയുന്നു, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എന്നിവർ തന്നെ നിങ്ങളെ ഉറ്റുകൊടുക്കും. പലരും നിങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യും. എന്നിട്ടും യേശു പറയുന്നു, നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അവയൊന്നും നശിപ്പിക്കുവാനോ അവർക്ക് സാധിക്കില്ല. എല്ലാ പീഡനങ്ങളിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ സംരക്ഷിക്കും. നഷ്ടപ്പെടുത്തുന്നതിലൂടെ വീണ്ടെടുക്കപ്പെടുമെന്ന് ക്രിസ്തു ഉറപ്പ് നൽകുന്നുവെങ്കിൽ നഷ്ടം യഥാർത്ഥത്തിൽ നഷ്ടമല്ല എന്ന ബോധ്യമാണ് ഇന്ന് വചനം നമുക്ക് തരിക. ക്രിസ്തുവിനെ പ്രതി നാം നഷ്ടമാക്കുന്നതെല്ലാം സ്വർഗത്തിൽ നിത്യപിതാവ് നമുക്ക് വീണ്ടും തരിക തന്നെ ചെയ്യും. ഈ പ്രത്യാശയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് ഈ പുണ്യഭൂമിയിൽ ജീവിതം നയിക്കുവാനും ജീവിതത്തിൽ കഷ്ടതകളോ നഷ്ടങ്ങളോ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ പീഡനങ്ങളോ വന്നാൽ പോലും വിശ്വാസത്തിൽ വ്യതിചലിക്കാത്ത വിധം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ നിലകൊള്ളാൻ വേണ്ട ആത്മീയ കൃപാവരത്തിനായി ഈ ദിനം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.